ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ രണ്ടാമത് പരാതി കൊടുത്തിട്ടുള്ള പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ മൊഴി ഇപ്പം എടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ക്രൂരമായിട്ടാണ് പീഡിപ്പിച്ചതെന്നാണ് പെൺകുട്ടിയുടെ മൊഴിയിലുള്ളത്. അപ്പം ഈ ഒരു വാർത്ത വന്നേക്കുന്നത് മൊട്ടയുടെ ചാനലിനകത്താണ്. അപ്പോൾ ദിലീപിൻ്റെ കേസ് മൂഞ്ചിയല്ലോ, ഇനിയിപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെ വീണ്ടും പോവാമല്ലോ. അപ്പം എന്തായാലും മൊട്ടയുടെ ചാനലിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പെൺകുട്ടി മൊഴി കൊടുത്തിട്ടുണ്ട്, അത് ക്രൂരമായിട്ടാണ് പീഡിപ്പിച്ചേക്കുന്നതൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഒരു വേറൊരു കാര്യം, ഞാൻ രാഹുലിനെ ന്യായീകരിക്കുകയല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന് പറയുന്ന ഒരു MLA ന്യായീകരിക്കുകയല്ല. പക്ഷേ ഈ രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു നാളെയുടെ ഒരു വാഗ്ദാനം തന്നെയാണ് കേട്ടോ. ഇത്രയും സ്മാർട്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനെ, ഇന്നത്തെ തലമുറയിലുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അത്രയ്ക്കും സ്മാർട്ടാണ്. നാളെയുടെ വാഗ്ദാനം എന്ന് വേണമെങ്കിൽ പറയാം. നാളെ നമ്മളെ കേരളം ഭരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ്. അപ്പം മുളയിലേ നുള്ളുക എന്ന ഉദ്ദേശത്തോടു കൂടി കുറച്ച് ആൾക്കാരെ, സ്വന്തം പാർട്ടിയിൽ നിൽക്കുന്ന തന്നെ കുറച്ച് ആൾക്കാരുണ്ട്, മുതിർന്ന കുറേ നേതാക്കന്മാർ. അപ്പം അവരെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങൾ അവർ തന്നെ ഭരിച്ചു കൊണ്ടുപോകണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ, ഒരു രാഷ്ട്രീയം. അതുമാത്രമാണ് അവരെയൊക്കെ ഈ ഒരു രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പ്രശ്നങ്ങളിൽ നമുക്ക് അവരെ ഭാഗത്തു നിന്നുള്ള മറുപടികൾ കൊണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഇതുപോലെ നല്ല സ്മാർട്ടായിട്ട് ചുറുചുറുക്കൂടെ കയറി വരുന്ന ചെറുപ്പക്കാരന്മാരെ നമുക്ക് ആവശ്യമില്ല, പാർട്ടിക്ക് നമുക്ക് വേണ്ട. എന്നാലും നമ്മളെ സ്ഥാനമാനങ്ങൾ വിട്ടുകൊടുക്കരുത് എന്നുള്ളൊരു വാശിയോടുകൂടി നിൽക്കുന്ന ഒരു 4-5 മുതിർന്ന കുറച്ച് നേതാക്കന്മാരുണ്ട്. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പേരാരാന്ന്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തെടുത്ത് കളയുവാണെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ ഉണ്ടല്ലോ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഇരിക്കുന്നതിന് മുമ്പ് കാലഘട്ടത്തിൻ്റെ ഒരു സ്വഭാവം കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ രാഹുലിൻ്റെ ഭാഗവും കൂടെ കേൾക്കാൻ അവർ ഒന്ന് മനസ്സ് കാണിക്കണമായിരുന്നു. രാഹുൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നല്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ രാഹുൽ മാത്രം എങ്ങനെയാണ് ഈ ഒരു കേസിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ തെറ്റുകാരനാവുന്ന? ഇവർ രണ്ടുപേരെയും സമ്മതത്തോടു കൂടിയാണ്, പരസ്പരം ഇഷ്ടത്തോടും സമ്മതത്തോടും. ഇനി ഈ രണ്ടാമത് പരാതി കൊടുത്തിട്ടുള്ള അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി പറയുന്ന പരാതിയാണെങ്കിൽ പോലും അവിടെയും ആ പെൺകുട്ടിക്കും താല്പര്യത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്, അല്ലേ? ആ പെൺകുട്ടിയും രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറയുമ്പോഴത്തേക്ക് ആ പെൺകുട്ടിയും ഒരാൾ പെട്ടെന്നൊരു ദിവസം വിവാഹ വാഗ്ദാനം, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഏതെങ്കിലും പെൺപിള്ളേരുണ്ടോ? നിങ്ങളൊന്നും പറ. നിങ്ങൾ നാളെ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നാളെ വഴിയെ പോകുന്നൊരു പെൺകുട്ടി എടുത്ത് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, നീ എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും ഇതുപോലെ വരുമോ? ഇല്ല. അതും കൂടെ ഒന്ന് ചിന്തിക്കണം. അപ്പം രാഹുലിനെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ ഒരു കൂട്ടം ആൾക്കാർ, അത് സ്വന്തം പാർട്ടിയിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഒരു പ്രസ്ഥാനത്തിലെ, ഞാൻ ഈ ഒരു പാർട്ടിയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ തന്നെ, ഈ ഒരു പാർട്ടിയോട് കുറച്ച് ബഹുമാനം, റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ, അത് മുൻകാലങ്ങളിൽ ജീവിച്ച് മരിച്ച് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഉമ്മൻചാണ്ടി വരെയുള്ള നേതാക്കന്മാരെ ഉണ്ടല്ലോ. അപ്പം അതുപോലുള്ള ആൾക്കാരെ ഓർത്തിട്ടാണ് ഈ ഒരു പാർട്ടിക്ക് ഞാൻ ബഹുമാനം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടല്ലോ, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അവരോരോ നിലനിൽപ്പിന് മാത്രം, ഈ പറഞ്ഞിട്ടുള്ള അവരോരോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടെ നിൽക്കാൻ ഒരു മനുഷ്യൻ പോലും കാണത്തില്ല. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ ഒരു MLAക്ക് സംഭവിച്ചത്. ആരെങ്കിലും കൂടെ നിന്നോ? ഈ കോൺഗ്രസ്സുകാരെങ്കിലും കൂടെ നിന്നോ? നേരെ മറിച്ച് CPM ആരെടുത്ത് നോക്ക്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ കൂടെ നിന്ന് ആ പ്രശ്നം പരിഹരിച്ച്, ഇനി എത്ര വലിയ തെറ്റാണെങ്കിൽ പോലും ആ തെറ്റിൽ നിന്ന് തിരുത്തി കൊടുക്കാനുള്ളൊരു മനസ്സ് അവർ കാണിക്കും. അതാണ് CPM. അപ്പം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഇപ്പോൾ ഈ പെൺകുട്ടി കൊടുത്തേക്കുന്ന മൊഴി മൊട്ടയുടെ ചാനലിനകത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ദിലീപിന്റെ കേസ് മൂഞ്ചിയല്ലോ, ഇപ്പൊ അതൊന്നും കൂടെ ഒന്ന് കണ്ടു നോക്കാം. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ മൊഴി എടുത്തിരിക്കുന്നു അന്വേഷണ സംഘം എന്നുള്ളതാണ്. ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമമാണ് രാഹുൽ നടത്തിയതെന്നാണ് അതിജീവിതയുടെ മൊഴി. ലൈംഗികാതിക്രമത്തിന് ശേഷം വിവാഹം ചെയ്യാനാകില്ലെന്ന് അറിയിക്കുകയായിരുന്നു. വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കാൻ രാഹുൽ പിന്നാലെ നടന്നു. വീടിന്റെ പരിസരത്തേക്ക് കാറുമായി വന്ന് കൂടെ പോകാൻ പലവട്ടം ആവശ്യപ്പെട്ടുവെന്നും അതിജീവിതയുടെ മൊഴിയിൽ പറയുന്നു. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, ഇപ്പോൾ രണ്ടാമത്തെ FIR-ലും മൊഴി ലഭിച്ചിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? അതീവ ഗുരുതരമായിട്ടുള്ള